നമ്മുടെ ഈ കൊല്ലിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വരാൽ കിടപ്പുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ന്യൂബക്ക് ഫ്രോഗ് പച്ച. രാവിലെ മാത്രം കിട്ടിയതാണ് ഇത്രയും. അടുത്ത വരാൽ. നാലാമത്തെ വരാൽ. കണ്ണൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ആറാമത്തെ. കുഴപ്പമില്ല. കയറി. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ന്യൂബക്ക് ഫ്രോഗിൻ്റെ പാർട്ട് 2ൻ്റെ വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ കുറച്ച് വരാലുകൾ, ഒരുപാടൊന്നുമില്ല, ഒരു 7-8 വരാലുകളെ പിടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം പാർട്ട് 1 അത്യാവശ്യം നമ്മൾ മീൻ പിടിക്കുന്നതിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട്. അങ്ങനെ ഒരുപാട് ലോങ് ആയതുകൊണ്ടാണ് നമ്മൾ പാർട്ട് ഇങ്ങനെ 2 സെക്ഷൻ ആക്കി നമ്മൾ ന്യൂബക്ക് ഫ്രോഗിൻ്റെ ഇത് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ടൈം കളയുന്നില്ല, വെറുതെ സമയം കളയേണ്ട. ന്യൂബക്ക് ഫ്രോഗിനെ പറ്റിയുള്ള വീഡിയോ മറ്റും ഞാൻ നമ്മുടെ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി പാർട്ട് 2 ഫിഷിങ്ങിലോട്ട് കിടക്കാം. ചെറുതാ. നമ്മുടെ ന്യൂബക്കിലെ ഫസ്റ്റ് വരാൽ. ഈ ഒരു സൈസേ ഇവിടെ നിന്നൊക്കെ കിട്ടത്തുള്ളൂ. ഇതൊന്നും കളയേണ്ട കാര്യങ്ങളില്ല, അതൊക്കെ എടുക്കാം. ചെറുതാ. നമ്മുടെ ന്യൂബക്കിലെ അടുത്ത വരാൽ ഈ ടൈപ്പേ ഉള്ളൂ. കഴിഞ്ഞ തവണ നമ്മൾ പിടിച്ച പോലെ തന്നെ സെയിം ടൈപ്പ്. എന്നാ സെയിം സൈസ് മറ്റേനേക്കാൾ ആദ്യം കിട്ടിയ ഇച്ചിരി സ്വല്പം വലുത്, ഇത്രേ ഉള്ളൂ. ഫൈൻ. കൊല്ലിയിലോട്ട് സ്മാഷാം. ഷോൺ. നമ്മുടെ ന്യൂബക്കിലെ അടുത്ത വരാൽ, മൂന്നാമത്തെ വരാൽ. സെയിം സൈസ്. എല്ലാം ഒരച്ചിൽ വാർത്ത് വരുന്നവന്മാരെ പോലെയൊക്കെ ഉള്ളൂ. സെയിം സൈസിൽ വ്യത്യാസമൊന്നുമില്ല. കൊല്ലിയിലോട്ട് സ്മാഷ്. കൊല്ലി നല്ല ടൈറ്റായിട്ട് കെട്ടണം. പണ്ട് മീൻ ഊരിപ്പോയ പോലെ അബദ്ധം പറ്റരുത്. എന്നിട്ട് അവിടെ ഇടുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി കാസ്റ്റിംഗ് തുടരാം. വീണ്ടും
എൻ്റെ വര കണ്ടപ്പോൾ ഞാൻ വെച്ച് ചെറുമീനാണ്. അമ്മാതിരി വരവായിരുന്നു. നമ്മുടെ ന്യൂബക്കിലെ 4ാമത്തെ വരവ്. പക്ഷെ വര കണ്ടപ്പോൾ ഞാൻ ഒന്നും പ്രതീക്ഷ കേട്ടോ, ചേറാനാന്ന് ഒരു നിമിഷം പ്രതീക്ഷിച്ചു പോയി. ഓക്കെ ഫൈൻ. കൊല്ലിയിലോട്ട് സ്മാഷം. ഒരു കിലോ കാണും. എന്നിട്ട് കൊണ്ട് കെട്ടിയിടാം. നമ്മുടെ 5ാമത്തെ വരാൽ, 5ാമത്തെ ഇന്നത്തെ. കണ്ണൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഓക്കെ, ഗോ ടു കൊല്ലി. കെട്ടി ഇവിടെ ഇട്ടു. കൈയെല്ലാം ഇവിടുന്ന് ഉണ്ട്, പക്ഷെ ഇവിടുന്ന് ഇതുവരെ ഈ പോതക്കകത്തൊന്നും എനിക്ക് അടിച്ചിട്ടില്ല. ആണല്ലേ, ഞാൻ അനക്കം കണ്ടിട്ടുണ്ട്. ആ കേട്ടാനാ എല്ലാം കൂടെ തൂക്കി കൊടുക്കാം. 300 രൂപ. 6ാമത്തെ, നമ്മുടെ 6ാമത്തെ വരാൽ നൂബക്കുലു. ഇപ്പോൾ നമുക്കിനി എടുക്കാം. ഒരു 1.5 കിലോ ആയിക്കണം. കുഴപ്പമില്ല. ചെറുത് അവൻ്റെ അടി കാണണം. അടി കണ്ടാൽ ഞെട്ടിപ്പോവും. എപ്പാടെ ഞാൻ ഇച്ചിരേ ഉള്ളതാണ്. നമ്മുടെ അടുത്ത വരാൽ, നമ്മുടെ 7ാമത്തെ വരാൽ. ചെറുതാട്ടോ, ചെറിയ ടൈപ്പ്. അവനെ കൊല്ലിയിലോട്ട് താളിക്കാം. നമ്മുടെ 8ാമത്തെ വരാൽ കയറി. എട്ടാമത്തെ വന്നില്ലേ ഇന്ന്? ഓക്കെ, തുടങ്ങാം.
നമ്മളത് ഫിഷിങ് കഴിഞ്ഞ് വന്നതാണ് വീട്ടിൽ. നമ്മുടെ ഈ കൊല്ലിയിൽ അത്യാവശ്യം നല്ല രീതി വരാൽ കിടപ്പുണ്ട്. ദേ കണ്ടോ, നമുക്ക് ഇന്ന് കിട്ടിയതാണ് ഇത്രയും വരാൽ. നമ്മുടെ റിയൽ ഹണ്ടിൻ്റെ ന്യൂബക് ഫ്രോഗ് ഞാൻ കാണിക്കാം. ഇതാണ് നമ്മുടെ ന്യൂബക് ഫ്രോഗ് പച്ച. രാവിലെ മാത്രം കിട്ടിയതാണ് ഇത്രയും. അത്യാവശ്യം എല്ലാം നല്ല സൈസ് വരായിരുന്നു നമ്മുടെ ന്യൂ ഫ്രോഗ്. അപ്പോൾ ഫ്രോഗ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഫ്രോഗ് നമ്മുടെ സ്റ്റോക്കുണ്ട്. ഫ്രോഗ് ഫ്ലോട്ടിംഗ് അല്ല, പക്ഷേ സാധനം അന്യ റിസൾട്ടാണ്. റിസൾട്ടാണ് രാവിലത്തെ മാത്രം. അതായത് ഒരു 1.5 മണിക്കൂറത്തെ റിസൾട്ടാണ് ഇത്രയും കണ്ടത് നമ്മൾ രാവിലെ.